Let's turn our attention to John's Gospel, chapter 13. And that's where I was meditating. And I'm reading verse 30. Having received the piece of bread, he then went out immediately, and it was night. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായം 30 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി, അപ്പോൾ രാത്രിയായിരുന്നു. Last week I was focusing on the ministry of washing the feet. Especially I focused on Jesus washing the feet of the disciples. കഴിഞ്ഞ ആഴ്ച യേശുവിന്റെ കാൽ കഴുകൽ ശുശ്രൂഷയെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. And the verse that again really, chapter 13 verse 3 is what was really hammering me all this week, all the days of the week. ആമേൻ. ഈ 13 അധ്യായത്തിന്റെ 3 വാക്യമായിരുന്നു എന്നോട് വീണ്ടും സംസാരിച്ചുകൊണ്ടിരുന്നത്. Jesus, knowing that the Father had given all things into his hands and that he had come from God. Verse 4 it says he rose from the supper and took the towel. Verse 5, and he poured water into a basin. ഇങ്ങനെ വായിക്കുന്നു 3 വാക്യം ഇങ്ങനെ വായിക്കും: പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു. Understand the gravity of that verse, that Father had given everything in this world. ഈ ലോകത്തിലുള്ളത് സകലവും പിതാവ് തന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട്, when he had everything in his disposal, the thing that he took is a towel and a basin. എല്ലാം തന്റെ കയ്യിലായിരിക്കുമ്പോൾ തന്നെയും അവിടെ നിന്ന് അതെല്ലാം അറിഞ്ഞിരിക്കെ ഒരു പാത്രവും ഒരു ടവലും കയ്യിലെടുത്തുകൊണ്ടാണ് യേശുക്രിസ്തു വന്നത്. When the Father gave him all authority in heaven and earth, ഈ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും തന്റെ കയ്യിൽ തന്റെ പിതാവ് നൽകിയപ്പോൾ he became like a slave to the disciples. തന്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ ഒരു ദാസനെ പോലെ അവനായിരുന്നു. This past week I could not not thinking about that word. I just was that was keep bothering me, hammering me, and I said, Lord, I don't know you enough. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വചനം വായിക്കുമ്പോൾ ഇപ്പോഴും എന്നെ കുത്തിക്കൊണ്ടിരുന്നു. ഞാൻ അറിയേണ്ടതുപോലെ ആഴമായി ഞാൻ കർത്താവെ അങ്ങേ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം എന്നിൽ ഉയർന്നു വന്നു. Because who are you? If you were like that one, do I know you? എത്രമാത്രം അങ്ങ് താഴ്ത്തിയപ്പോൾ ഞാൻ അങ്ങേ അറിയേണ്ടതുപോലെ ഞാൻ ആഴത്തിൽ അറിഞ്ഞിരിക്കുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ ഉള്ളിൽ ഉയർന്നു വന്നത്. We heard a lot of sermon about humility, but is it really, what exactly is that? താഴ്മയെ പറ്റി അനേക ദൂതുകളും മെസ്സേജുകളും നാം കേട്ടിട്ടുണ്ട്. എന്നാൽ അത് അതിന്റെ ആ ആഴത്തിൽ തന്നെയാണോ അറിഞ്ഞിരിക്കുന്നത്? Sometimes we come to this thing like in Malayalam we say, എന്നെ അത്ര ചെറുതാക്കണ്ട, ഞാൻ അത്ര ചെറുതല്ല, I am not that least, I'm not that small, don't make me belittle, don't belittle me, those kind of things, because we don't like to go to that level. പലപ്പോഴും നാം നമ്മെ തന്നെ എന്നെ താഴ്ത്തി കാണിക്കണ്ട എന്നുള്ളൊരു ചിന്താഭാവത്തോടെ അങ്ങനെ പോകാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ പലപ്പോഴും നമ്മുടെ ജീവിത രീതികൾ മാറിപ്പോകാറില്ലേ? But what was Jesus trying to teach the disciples? എന്നാൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ കാണിച്ചതുപോലെ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? Is there a point that he can go any lower than that? ഇതിനപ്പുറമായിട്ട് ഇനി ഇത് യേശുക്രിസ്തുവിന് പോകാൻ കഴിയുമോ? Let's focus on another thing, and then I don't know, but again, I'm just leaving it for every one of us to think, in our daily lives. I'm more focused on the practical aspect of this. It's no good in hearing a sermon and walk away, and if that doesn't speak to us, our husband-wife life, our job, our daily things,
how do we really apply this thing? ഒരു മെസ്സേജ് കേട്ട് മടങ്ങിപ്പോകുന്നത് പോലെ, വെറുതെ മടങ്ങിപ്പോകുന്നത് പോലെ അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അത് പ്രാവർത്തികമാക്കുന്നു, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ എത്രമാത്രം അത് And പ്രാവർത്തികമാക്കുന്നു. those who hear me online, I want to ask a question. How long sometimes some problems, even in the church, if we know our Jesus, those could have been solved in heartbeat. ഓൺലൈനിൽ കൂടി കേൾക്കുന്നവരായിരിക്കട്ടെ, നമ്മുടെ സഭയിൽ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്ക് ലഘൂകരിക്കാം. നമ്മുടെ യേശുവിനെ എത്രമാത്രം ആഴമായി അറിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ എത്രമാത്രം ലഘൂകരിച്ച് നമുക്ക് കടന്നു പോകുവാൻ കഴിയുമായിരുന്നു. Jesus washed the feet of the disciples. Let me bring one more lesson from there. I will move on. അവിടെ ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നതിനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ അത് മുമ്പോട്ട് പോകട്ടെ. Verse 6, we see that he poured the water in the basin and he began to wash and wipe the feet of the disciples. That's verse 5. And then verse 6 we see that he came to Peter. ആമേൻ. 5-ാം അധ്യായത്തിലെ ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നത് കഴിഞ്ഞിട്ട് 6-ാം അധ്യായത്തിലേക്ക് ശിമോൻ പത്രോസിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നതായി കാണുന്നു. So he already washed, I don't know how many, some disciples of feet he washed. Then now he is at the near Simon. കുറെ ശിഷ്യന്മാരുടെ കാൽ കഴുകിയതിനു ശേഷമായിരിക്കാം പത്രോസിന്റെ അടുക്കിലേക്ക് കർത്താവ്. Yeah, because it says that he washed it and then came to Simon. That means already washed some of them. Even when he was washing the feet of the people, Simon thinking, what is he doing? ആമേൻ. ഇതുവരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് പത്രോസിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എന്താണ് കർത്താവ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത. He probably might be thinking, why is it somebody not saying something? എന്തുകൊണ്ട് ഇതുവരെയുള്ള ശിഷ്യന്മാർ ഇതൊന്നും പറയാതെ ഇരിക്കുന്നു എന്നുള്ളൊരു ചിന്താഭാരവും പത്രോസിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. And he doesn't say that one. I'm imagining, because his words at this point, he said, Lord, what are you doing? എന്ത് കർത്താവ് ഇത് എന്താണ്? Are you going to wash my feet? എന്റെ കാൽ അങ്ങ് കഴുകാൻ പോകുന്നു എന്നുള്ളൊരു ചോദ്യമാണ് പത്രോസിന്റെ നാവിൽ നിന്ന് വന്നത്. It was a very genuine question. അതൊരു സത്യസന്ധമായുള്ളൊരു ചോദ്യമാണ് ആ ഉള്ളത്തിൽ. He could not even imagine the no master he know washing his feet. അവന്റെ നാഥന് തന്റെ കാല് കഴുകുന്നത് ചിന്തിക്കുവാൻ കഴിയുന്നില്ല. And Jesus said to him, what I am doing you do not understand now, but you will know later. ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു. And then Peter said, verse 8, he said, Peter said to him, you shall never wash my feet. അങ്ങ് ഒരിക്കലും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് മറുപടി പറഞ്ഞു. Then Jesus said, if I do not wash you, you have no part with me. ഞാൻ നിന്നെ കഴുകാതിരുന്നാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് ഉത്തരം യേശു ക്രിസ്തു. This is an area that I want to kind of focus a little bit. ഇവിടെ ഈ ദൂതിൽ നിന്ന് ആഴമായി കുറച്ച് നമുക്ക് ചിന്തിക്കാം. What is happening here? He is saying that if I don't wash your feet, you have no part with me. ഞാൻ നിന്റെ കാൽ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്നാണ് യേശു ക്രിസ്തു മറുപടി പറയുന്നത്. So then all of a sudden he is saying, Lord, then if that's the case, wash me completely head to toe. അങ്ങനെയെങ്കിൽ എന്റെ ശരീരം മുഴുവൻ കഴുകണമേ എന്ന് പത്രോസ് മറുപടിയായി പറയുന്നു. So Jesus immediately responded and said, no, you don't need to do that one. Those who already have taken a bath, they only need to wash a little bit part of your feet. അത് വേണ്ട, ഓൾറെഡി ശരീരം കഴുകിയൊരു അവരുടെ പാദം മാത്രം കഴുകിയാൽ മതി എന്ന് ക്രിസ്തു മറുപടി പറയുന്നു. And some people really don't understand this portion. That's what I want to explain simply. പലർക്കും ഇതിനെപ്പറ്റി ആഴമായി മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് വീണ്ടും അതിനെപ്പറ്റി ആഴമായി പറയുന്നത്. Jesus was trying to teach them a fundamental lesson there. ഒരു അടിസ്ഥാന തത്വം അവരെ പഠിപ്പിക്കാനാണ് യേശു ക്രിസ്തു ശ്രമിക്കുന്നത്. So there are two Greek words used there in this portion for washing the body. കഴുകലിനെ പറ്റി രണ്ട് ഗ്രീക്ക് പദങ്ങളാണ് ഇതിൽ കൂടി പഠിക്കുന്നത്. The first word is a nipto, and the nipto word means like a washing a part of the body. ഒന്നാമത്തെ വാക്ക് എന്ന് പറയുന്നത് നിറ്റോ എന്നാണ്, അത് ശരീരത്തെ കഴുകുന്നതായിട്ട് സൂചിപ്പിക്കുന്നത്. The second word is love, L-O-U. That means
it's washing the all parts of the body. ലോ എന്ന് പറഞ്ഞ രണ്ടാമത്തെ വാക്കിൽ നിന്നും ശരീരം മുഴുവൻ കഴുകാൻ തക്കവണ്ണമുള്ള ഒരു ഗ്രീക്ക് പദമാണ്. So in a translation in English they said washing the feet and bath, that we know it's almost coming close, the meaning over there. Bath means complete, and washing the feet means only the feet. ഇംഗ്ലീഷ് വേർഷന് വരുമ്പോൾ കാൽപാദവും രണ്ടാമത് കഴുകുന്നതുമായ ബാത്ത് എന്ന വാക്കുകളിൽ നിന്ന് വരുന്നു. So Jesus said, if you come to me and you are already washed, you are already bathed, that means a complete bath, washing has already been taken place. എന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന നിങ്ങൾ മുഴുവൻ കഴുകൽ പ്രാപിച്ചതുകൊണ്ട് നിങ്ങൾ ഇനി അതിന്റെ ആവശ്യമില്ല. But after that one, when you are on a daily walk, when you had a bath and then you walk, and now the only certain part of your body is defiled, so I need to wash only that. ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കഴുകൽ പ്രാപിച്ചതാണ്. എന്നാൽ ഈ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ശരീരത്തിൽ പറ്റിയിരിക്കുന്ന കറകളൊക്കെ മാറ്റുവാൻ തക്കവണ്ണം നിങ്ങളുടെ പാദമാണ് കഴുകേണ്ടത്. Jesus is talking about the principle of justification or sanctification and holiness. Everything is bundled in this portion. നീതീകരണവും ശുദ്ധീകരണവും വിശുദ്ധീകരണവും എല്ലാം ഒരുമിച്ച് ഇവിടെ പറയുവാനാണ് യേശുക്രിസ്തു ശ്രമിക്കുന്നത്. And I'm not going to go so much detail, but I give you some thoughts about that one. ഇതിനകത്തുനിന്ന് ചില ചിന്തകൾ മാത്രം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. 1 Corinthians chapter 6 verse 11 we read like this. 1 കൊരിന്ത്യർ 6:11 ഇങ്ങനെ വിളിച്ചു പറയുന്നു. That's where we see the washing and sanctification and justification we can see. അവിടെയാണ് കഴുകലിനെ പറ്റി വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നത്. Let's read that one. 1 കൊരിന്ത്യർ 6:11 കടന്നു വരുമ്പോൾ, and such were you. That means Apostle Paul is talking about some of the sins the people in their lives, and then they said some of you were like that, but you were washed, but you were sanctified, but you were justified in the name of the Lord Jesus and by the Spirit of our God. ആമേൻ. നിങ്ങൾ ചിലർ ഈ വകക്കാരായിരുന്നെങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. Praise God. So by the washing they got a justification and sanctification there. നീതീകരണവും ഒരു ശുദ്ധീകരണവുമാണ് ഒരു കഴുകലിൽ കൂടി കാണുന്നത്. And the same principle we see in Titus 3 verse 5. തീത്തോസിന് എഴുതിയ ലേഖനം 3:5 ഇത് തന്നെ കാണുന്നുണ്ട്. And go home and read it, that study these things. It says that a complete justification by the blood of Christ, some complete sanctification by the blood of Christ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഒരു മുഴുവൻ നീതീകരണം പ്രാപിച്ചു എന്നാണ് അതിൽ കൂടി വായിക്കുന്നത്. But Jesus is telling here something different. എന്നാൽ ഇവിടെ വളരെ വ്യത്യസ്തമായി മറ്റൊന്ന് യേശുക്രിസ്തു കാണിക്കുന്നു. When initially one person come to Christ and accept Jesus, there is a sanctification, there is justification taking place. ഒരു കർത്താവിനെ തന്റെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ കംപ്ലീറ്റ് ഒരു നീതീകരണവും ശുദ്ധീകരണം by the blood of Christ the person is completely washed all the sins till that point. ആ സമയത്തേക്ക് ആ മനുഷ്യൻ കടന്നു പോയിരിക്കുന്ന എല്ലാ പാപത്തിൽ നിന്നും കഴുകൽ പ്രാപിച്ചിരിക്കുന്നു. And he is justified and she is justified. അവനോ സഹോദരനോ നീതീകരണം പ്രാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. But then afterwards we need a washing. That means we need the holiness part of it is wherever and whatever we do and wherever we defile, wherever we sin, we have to come to God and have the washing. That means the continuous holiness. ദൈനംദിന ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ കടന്നുകൂടിയിരിക്കുന്ന ചെറു പാപങ്ങളെല്ലാം കഴുകിക്കളയുന്ന ഒരു വിശുദ്ധീകരണത്തിലേക്കാണ് നമ്മെ കടത്തിവിടുന്നത്. And the Bible very clearly Jesus said that if you do not have such holiness, you do not belong to me. അങ്ങനെയുള്ള ഒരു വിശുദ്ധീകരണം നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ എനിക്കുള്ളവരല്ല എന്ന് തിരുവെഴുത്ത് വിളിച്ചു പറയുന്നു. Amen. That's the part we have to get. അതാണ് ആഴമായി നാം മനസ്സിലാക്കേണ്ടത്. Amen. Some people think once accepted Jesus Christ and then live the way they want, they come to church, that doesn't mean a thing. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഒരിക്കൽ സ്വീകരിച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കടന്നു പോകാമെന്നുള്ള ഒരു ചിന്തയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. If there is no holiness and separation daily, if we don't have the washing daily by the word of God and by the Holy Spirit, we have no part with Christ. വിശുദ്ധീകരണവും വേർപാടവും ഇല്ലാത്ത ഒരു കൂട്ടം ജനം മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് ദൈവവുമായിട്ടോ കർത്താവുമായിട്ടോ ഒരു
ബന്ധമില്ലാത്ത ഒരു ജീവിത രീതിയായിരിക്കും ഉണ്ടാകുന്നത്. I did not say that. Jesus said, you don't belong to me if I don't wash you. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് ഒരു പങ്കുമില്ലാമെന്ന് യേശു ക്രിസ്തുവാണ് ഇതിൽ കൂടി വിളിച്ചു പറയുന്നത്. You don't belong to me. It's not part of. You may be part of a church. Your name may be in the registry of a church, but you don't belong to Christ if we don't wash daily. ഒരു സഭയിൽ നിങ്ങൾക്ക് അംഗത്വം ഉണ്ടാവും, അവിടെ നിങ്ങൾ പാർട്ടാവാം, എന്നാലോ ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഒരു പങ്കും ഉണ്ടായിരിക്കില്ല എന്ന് ക്രിസ്തു വിളിച്ചു പറയുന്നു. Amen. That's what that Jesus is seeking from us. അതാണ് ക്രിസ്തു നമ്മിൽ കൂടി ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത്. That's what the last minute of his life he was trying to teach his disciples. അതാണ് തന്റെ അവസാന നിമിഷത്തിലും തന്റെ ശിഷ്യന്മാരിൽ കൂടി പഠിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. Humility and holiness has to be the hallmark of Christians. താഴ്മയിലും വിശുദ്ധീകരണത്തിലും ആയിരിക്കണം ഒരു ക്രിസ്തീയ സഹോദരന്റെയും സഹോദരിയുടെയും ജീവിതം മുന്നോട്ട് പോകേണ്ടത്. And he was teaching them through this lesson. ഈ പാഠത്തിൽ കൂടി അതാണ് നമ്മോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. Praise God. And after he washed, verse, we can see that, keep going. I really, verse 11, we knew that all of a sudden Jesus said, for he know who would betray him before he said, you are not all clean. So he all of a sudden changing an issue in the feet washing and said, even though he washed the feet of the disciple over there, Jesus saying one of you is not correct. എന്നാൽ എല്ലാവരുടെയും കാലുകൾ കഴുകി മുമ്പോട്ട് പോകുമ്പോൾ ഇതിനകത്ത് യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു ഒരാള് ശുദ്ധിയുള്ളവൻ, ഒരാള് കുറ്റക്കാരനെന്ന് അറിയാമായിരുന്നു. Verse 12 onwards we read. I don't have the time to read. I'm just going to read verse 14. If then your Lord and teacher have washed your feet, you also have to wash one another's feet. And all of that one, Jesus asked, do you understand all of these things? All this conversation, please meditate some time on this thing. Even after this one, Jesus realized these fellows did not understand what I did. ഈ 14-15 ഒക്കെ വായിക്കുമ്പോൾ ഇതെല്ലാം ചെയ്തിട്ടും ഈ ഒരു വ്യക്തി മാത്രം ഇതിനെ പറ്റി ആഴമായി അറിഞ്ഞില്ല എന്ന്. And I think the whole disciples, they didn't understand. That's why he's asking them, do you understand what I'm doing? ഇവൻ ശിഷ്യന്മാർ പോലും ഇതിനെ പറ്റി ആഴമായി അറിഞ്ഞിരുന്നു ഉണ്ടോ? അതുകൊണ്ടാണ് യേശുക്രിസ്തു വീണ്ടും അവരോട് ചോദിക്കുന്നത്. And I'm going to keep going down. And let's go to verse 21. 21 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ when Jesus had said these things, he was troubled in his spirit. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി. He said, one of you will betray me. നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. Verse 27, we read that Jesus told the person, you go ahead and do what you are planning to do very quickly. 27 വാക്യത്തിൽ ഇങ്ങനെ കണ്ണം വാങ്ങിയ ഉടനെ സാത്താനിൽ കടന്നു യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. And verse 30 we read that he received the bread and then he went out. കണ്ണം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി എന്ന് 30 വാക്യത്തിൽ വായിക്കുന്നു. And it says it was night. Very purposely, in many translations, he said he walked into night. അപ്പോൾ രാത്രിയായിരുന്നു മലയാളത്തിൽ പറയുന്നുണ്ട്, പല ട്രാൻസ്ലേഷൻ അവൻ ഇരുട്ടിലേക്ക് നടന്നുപോയി എന്ന് പറയുന്നു. That was the longest darkness in his life. അവന്റെ ജീവിതത്തിൽ ഏറ്റവും അന്ധകാരമേറിയ ചില അവസ്ഥയിലേക്കാണ് അവൻ കടന്നുപോയത്. A sad moment that this was the last time that the master and him having such a meeting. Yet one more time he came in the garden of Gethsemane to kiss the master. But other than that, I'm talking about this was the last time they were together as a disciple and the teacher. ഈ ഒരു അവസരമായിരുന്നു ഒരു ശിഷ്യനും ഒരു നാഥനുമായിട്ടുള്ള ഒരു അവസരമായിരുന്നു, ഒരുമിച്ചിരിക്കാനുള്ള ഒരു അവസരമായിരുന്നു അവിടെ കിട്ടിയത്. And after that, you know what happened to him. എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. And I began to think about this one. I said, when will he meet this Jesus again? എപ്പോഴായിരിക്കും ഇനിയും യേശുക്രിസ്തുവിനെ ഈ വ്യക്തി ഇനിയും കാണുവാൻ പോകുന്നത്? Every person dead and buried
will be raised at the time the trumpet sound. അവൻ മരിച്ച് അടക്കപ്പെട്ട ഓരോ വ്യക്തിയും കാഹളം ധ്വനിക്കുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. And everyone will come in front of Jesus. ആ യേശുക്രിസ്തുവിന്റെ മുമ്പാകെ എല്ലാവരും എഴുന്നേറ്റ് കടന്നു വരും. And Judas also will come in front of this Jesus. ഈ യൂദായും യേശുക്രിസ്തുവിന്റെ മുമ്പാകെ ആ അവസരത്തിൽ വരും. Think about that meeting. Just imagine that meeting. How will be that? ആ കൂടിക്കാഴ്ച അത് എങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ച ആയിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. Such an awful meeting that because 3.5 years he worked with him and he told him and he gave every opportunity to him, and then he wasted everything. He walked out, he committed, he killed himself, and then the says that he went to darkness. That means from that day onwards he was in darkness, and the day he will rise up, he will come in front of Jesus. 3.5 വർഷക്കാലം കൂടെ നടന്ന് പഠിച്ചും കേട്ടും കൊണ്ടിരുന്നവന് ഒരു വർഷം അതേ സമയം 3.5 വർഷത്തിന്റെ അവസാന സമയത്തേക്ക് തന്റെ നാഥനെ തള്ളിപ്പറഞ്ഞിട്ട് വീണ്ടും കാഹളം ധ്വനിക്കുമ്പോൾ നാഥന്റെ മുമ്പാകെ എഴുന്നേറ്റ് വരുമ്പോഴുണ്ടാകുന്ന ആ ദുഃഖകരമായ ഒരു അവസ്ഥയെ പറ്റി ചിന്തിച്ചു നോക്കിയേ. So you remember Jesus also said something like this in Luke chapter 22 verse 30. He was talking, the people were asking about who will be in your kingdom, who will rule with you. He said 12 of you will have a throne and each one of you will be ruling with me. ആമേൻ. 12 ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ 12 പേര് ശിഷ്യന്മാർ 12 പേര് ഇസ്രായേൽ ഗോത്രത്തിനെ 12നെ ന്യായം വിധിക്കുമെന്ന് വായിച്ചെടുത്തു. Yes, so the 12 disciples will be the judges along with Jesus Christ. യേശുക്രിസ്തുവിനോട് കൂടി ഈ 12 ശിഷ്യന്മാരും ഇരുന്ന് ന്യായം വിധിക്കുമെന്ന് വായിക്കുന്നുണ്ടല്ലോ. And he was one of them. Now he will be judged by who? ആമേൻ. അവനും ഈ വ്യക്തിയും ന്യായം വിധിക്കേണ്ടെന്ന് ഇരുന്നിടത്തുനിന്ന് ഇപ്പോൾ അവനെ ന്യായം വിധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. Thomas, Peter, Bartholomew, amen, you name it, they will all stand up and sit in each one of the throne, and Judas will stand in front of them. ശിഷ്യന്മാരിൽ 11 പേരും ഈ 11 സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ഈ വ്യക്തി മാത്രം വിധിയുടെ ന്യായാസനത്തിന് മുമ്പാകെ തന്റെ വിധി കേൾക്കുവാനായിരിക്കത്തില്ലേ? Oh, can you imagine that scene? ആ ഒരു സംഭവം നിങ്ങൾക്കൊന്ന് ചിന്തിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ടോ? Such a wasted life. എത്രമാത്രം വേസ്റ്റായ ഒരു ജീവിതമാണ് അവൻ്റേത്. That's why Daniel chapter 12 verse 2 we read like this, and many times in funeral services pastors read this scripture. ദാനിയേൽ പുസ്തകം 12-ന്റെ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. Every dead and buried person will rise up. അവൻ നിദ്ര കൊള്ളുന്ന പലരും എല്ലാവരും എഴുന്നേൽക്കും. And some will rise up for eternal shame. ഒരു നിത്യ ലജ്ജയ്ക്കായി ചിലർ എഴുന്നേൽക്കും. Praise God. Judas will rise up that day for eternal shame. ഒരു യൂദായും ആ സമയത്ത് നിത്യ ലജ്ജയ്ക്കായി നിന്ദിക്കുമായി. Because he will not have a straight face to look at his master or every one of the brothers. Because even the last supper, you know what they were thinking? They thought he left there, he thought he went to buy something. That's what they thought. They never really misunderstood him to that level. കൂടെ ഇരുന്ന ശിഷ്യന്മാർ പോലും അങ്ങനെ ചിന്തിച്ചില്ല. കൂടെ ഇരുന്നവർ ചിന്തിച്ചു കടന്നുപോയിട്ട് വെളിയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാനുള്ള ഒരു ചിന്തയിലോടുകൂടിയാണ് ശിഷ്യന്മാർ. Brother and sister, someone sitting very close to us, next to us in this place, you may not know them and they may not know me, but the day that we all will stand there, that's the day. It could be either shame or it will be for glory. ഒരു പക്ഷേ നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർക്ക് അന്യോന്യം തിരിച്ചറിയുന്നില്ലെങ്കിൽ പോലും ആ ദിവസത്തിൽ കാഹളം ധ്വനിക്കുന്ന ദിവസത്തിൽ നമുക്ക് ഒരു പക്ഷെ ഒരു നിത്യ നിന്ദയായിരിക്കാം, അല്ലെങ്കിൽ ഒരു നിത്യരാജ്യത്തിലേക്ക് ഒരു പ്രൈസിലേക്കായിരിക്കും നാം കടന്നു പോകുന്നത്. Coming to church is an easy thing, but living for Christ is a difficult thing. സഭയിൽ കടന്നു വരുന്നത് വളരെ ലഘുവായി കടന്നു വരുവാൻ കഴിയുമെന്നാലോ ദൈവത്തിന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് അതൊരു വലിയൊരു പ്രയാസമേറിയ ഒരു ദിനമാണ്. Let me come back to the verse 21. Jesus had said these things. He was troubled in his spirit. 21-ാം വാക്യത്തിൽ യേശു ഉള്ളം കലങ്ങി എന്ന് വായിക്കുന്നു. Why was that? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? In the previous chapter, I explained the same thing. It was in a little bit different context, but Jesus was troubled in his spirit.
when he went to the tomb of the Lazarus. ആ ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ പോയപ്പോൾ യേശു ക്രിസ്തുവിന്റെ ഉള്ളം കലങ്ങിയെന്ന് അന്ന് നമ്മ വായിച്ചതല്ലേ? But this time again he says he was troubled in his spirit. വീണ്ടും നാം വായിക്കുന്ന ഉള്ളം നൊന്തു കലങ്ങിയെന്ന് ഈ വാക്യത്തിൽ കൂടി I began to think about it. Why he is so much troubled? എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഉള്ളം കലങ്ങിയെന്ന് ഞാൻ വീണ്ടും ചിന്തിക്കുന്നു. Remember, he called all the disciples, and then one time I saw this one, except 12, all of the disciples walked away from him. ശിഷ്യന്മാരെ എല്ലാം അടുക്ക വിളിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ 12 പേരൊഴികെ ബാക്കി എല്ലാവരും വിട്ടുപോയതല്ലേ? It didn't trouble his spirit. It didn't trouble his spirit. അവിടെ യേശു ക്രിസ്തുവിന്റെ ഉള്ളം കലങ്ങിയതായി നാം വായിക്കുന്നില്ല. And then another time they said his family didn't believe him. അവന്റെ കുടുംബക്കാർ വിശ്വസിച്ചില്ലായിരുന്നപ്പോൾ, The Jewish leaders didn't believe him. യഹൂദ മത നേതാക്കന്മാർ വിശ്വസിച്ചില്ലല്ലോ. They were trying to plot him and kill him. അവനെ കൊല്ലുവാൻ തക്കവണ്ണം ആലോചിച്ചുകൊണ്ടിരുന്നില്ലേ? He did a lot of miracles and good things for them, and they almost tried to push him off the cliff. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അവനെ തള്ളിക്കളയാൻ തന്നെ They ശ്രമിച്ചിരുന്നില്ലേ? called him a demon. അവനെ ഒരു ഭൂതമുള്ളവനെന്ന് വിളിച്ചില്ലേ? How many things do you see? Continuous rejection, accusation, persecution. Was there a single time it says that his spirit was കുറ്റം troubled? പറഞ്ഞും പരിഹസിച്ചും അവനെ പീഡനത്തിലെ കൂടി അകപ്പെട്ടുകൊണ്ട് പോയപ്പോഴും അവിടെ ഒന്നും ഉള്ളം കലങ്ങിയതായിട്ട് നാം വായിക്കുന്നില്ല. But here we see that his spirit was troubled. അവന്റെ ആത്മാവ്, അവന്റെ ഉള്ളം നൊന്തു എന്ന് നാം ഇവിടെ വായിക്കുന്നില്ലേ? Because he was looking at an unrepentant man. His spirit was troubling him. മുമ്പിൽ നിൽക്കുന്ന മനുഷ്യന്റെ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി മാനസാന്തരം ഇല്ലാതെ പോകുന്ന കണ്ടപ്പോൾ, Amen. He did everything possible for this തനിക്ക് man. കഴിയാവുന്നിടത്തോളം ഈ വ്യക്തിക്ക് വേണ്ടി എല്ലാം ചെയ്തതല്ലേ? And then even in the last minute he washed his feet. അവസാന നിമിഷം അവന്റെ പാദം പോലെ കഴുകിയതല്ലേ? Yet he is not repenting. എന്നിട്ട് പോലും ഒരു മാനസാന്തരത്തിന്റെ പാതയിലേക്ക് അവൻ മടങ്ങി വന്നില്ലല്ലോ. And his spirit began to trouble. ഇതിനു ശേഷമാണ് തന്റെ ഉള്ളം നൊന്ത് കലങ്ങുന്നതായി നാം വായിക്കുന്നത്. I am not talking about somebody outside of his group. I mean a Gentile person. ഒരു ജാതിയെ പറ്റിയല്ല ഞാൻ വിളിച്ചു പറയുന്നത്, മറ്റുള്ളവരെ I am talking about one of the disciples. ശിഷ്യന്മാരിൽ ഒരുവനെ പറ്റിയാണ് ഞാൻ ഇന്ന് വിളിച്ചു പറയുന്നത്. Unrepented. മാനസാന്തരമില്ലാത്ത ഒരു വ്യക്തിയെ പറ്റിയാണ്. And Jesus was troubled in his ഇത് spirit. കണ്ടപ്പോൾ തന്റെ ഉള്ളം നൊന്തു കലങ്ങുന്നതായി He was കാണുന്നു. so heartbroken. തന്റെ ഹൃദയം പൊട്ടുന്നതായി കാണുന്നു. I have a message this morning for many people. ഇവിടെ ആയിരിക്കുന്ന ചിലരോട് ഒരു ദൂത് വിളിച്ചു പറയട്ടെ. I mean, someone is telling me online also. എന്നെ കേൾക്കുന്നവരെ ഓൺലൈനിൽ കൂടി കേൾക്കുന്നവരുമായിക്കോട്ടെ. I mean, Jesus is troubled about you. എന്നെ നിങ്ങളെ ഓർത്ത യേശു ക്രിസ്തു ഇപ്പോൾ നൊന്തു How കലങ്ങിക്കൊണ്ടിരിക്കുകയാണ്. long you been coming to church? എത്ര നാൾ നിങ്ങൾ ഈ സഭയിലേക്ക് കടന്നു വരുന്നുണ്ട്? I mean, it could be any church you are attending. നിങ്ങൾ ആയിരിക്കുന്ന ഏത് സഭയമായിക്കോട്ടെ, But you are an unrepented believer. ഒരു മാനസാന്തരമില്ലാത്ത ഒരു വിശ്വാസിയെ പോലെയാണോ പോകുന്നത്? You don't repent about your sin. നിങ്ങളുടെ പാപങ്ങളെ പറ്റി നിങ്ങൾ മാനസാന്തരം വരുന്നില്ലേ? I mean, you appear to be good, but you are deep inside rotten and wretched. നല്ലവനെന്ന് തോന്നുന്നെങ്കിൽ പുറമേ നല്ലവനെന്ന് തോന്നുമ്പോൾ പോലും അകമേ കളങ്കം പിടിച്ചിരിക്കുന്നവരായല്ലേ പോകുന്നത്? Oh, Jesus is grieving about you. നിങ്ങളെ ഓർത്ത് കർത്താവ് ഉള്ളം നൊന്ത് കലങ്ങുന്നു. Oh, I come to know about people that they attend in the church and for 1 year or 1.5 years the two brothers don't talk each other. 1.5 വർഷമായി കടന്നു വരുന്നവര് അന്യോന്യം സംസാരിക്കാതെ കടന്നു പോകുന്നില്ലേ? I come to know about a believer and a pastor for more than a year did not talk each other. ഒരു പാസ്റ്ററോ ഒരു വിശ്വാസിയോ അന്യോന്യം സംസാരിക്കാതെ കടന്നു പോകുന്നില്ലേ? Brother and sister, oh, Jesus is troubled about സഹോദര you. സഹോദരി, ഇത് കണ്ടിട്ട് യേശു ക്രിസ്തു ഉള്ളം നൊന്ത് കലങ്ങിയാ പോകുന്നത്. Praise God. How many more cups of griefs he will have to drink other than the big cup that he once drank? ആമേൻ. എത്ര ദുഃഖത്തിന്റെ ആ പാത്രങ്ങൾ, ദുഃഖത്തിന്റെ പാനപാത്രം അവൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയില് ആ വലിയ പാനപാത്രം വലിച്ചു കുടിച്ചിട്ട് ആമേൻ ജീവൻ തന്നു സ്നേഹിച്ച ഞാനും നിങ്ങളും ആമേൻ ഇനി അവനെ കൊണ്ട ദുഃഖത്തിന്റെ എത്ര പാനപാത്രം കുടിപ്പിച്ചിട്ടായിരിക്കും ഈ ജീവിതം അവസാനിപ്പിക്കുന്നത്.
Oh, how many times we will allow our master to drink the cup of griefness. ആമേൻ. എത്ര പ്രാവശ്യമാണ് ഇപ്പോൾ ആ ദുഃഖത്തിന്റെ പാത്രം, ആ പാനപാത്രം നമ്മുടെ നാഥൻ കുടിച്ചുകൊണ്ട് പോകുന്നത്? 3.5 years this master could not change him. ആമേൻ. 3.5 വർഷക്കാലം നടന്നിട്ടും അവനൊന്ന് ചേഞ്ച് ചെയ്യുവാൻ തക്കോണം കഴിഞ്ഞില്ലല്ലോ. How many parables that he taught him? എത്ര ഉപമയാണ് അവനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. That did not change him. അവനെ അവനെ ഒരു മാനസാന്തരത്തിലേക്ക് നയിച്ചില്ലല്ലോ. So don't say anymore that it's because there is no word or this and that. I can tell you one thing, the same heat of the sun will melt the ice, but it will harden the clay. ആമേൻ. ഒരു സൂര്യന്റെ ചൂട് ആമേൻ മഞ്ഞിനെ ഉരുക്കുമ്പോൾ ആമേൻ മണ്ണിലെ ക്ലേ അത് കട്ടിയാക്കുന്നത് പോലെ ആമേൻ there are people will get hardened by the word of God and the same word will melt the hearts of the people. ആമേൻ. ചില മനുഷ്യരുടെ വ്യക്തികളുടെ മനസ്സിനെ കടുപ്പിലാക്കുമ്പോൾ ചിലരെ അത് ഉരുകിയ അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. Some people ignore the invitation. Jesus was inviting him. Even the last time he was inviting Judas, please repent. പലപ്പോഴും ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ആ ഇൻവിറ്റേഷൻ പലരും നിരസിച്ചുകൊണ്ടിരിക്കും. അവസാനവും യൂദായോട് പറയുന്നുണ്ട്, നീ മാനസാന്തരത്തിലേക്ക് കടന്നു വരണമെന്ന് ആ പ്രവൃത്തിയിലൂടെ കാണിച്ചതല്ലേ. He left. We can see that. I wanted to say many things, but the time is running out. These are the things I told you that it was bothering me, because I can come to church. I can act like a pastor. I'm a pastor. You don't know about me. അതുകൊണ്ടാണ് പലപ്പോഴും എന്നെ ബോധർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കലങ്ങിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞത്. ഞാനൊരു ശുശ്രൂഷകനാണ്. ഒരു പക്ഷേ എന്നെ പറ്റി ആഴമായി ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം. But when we come to know about our master, we will come to know about us. Our life will be naked and open in front of him. It has to be a life that is repent every day with any small thing. That's what Jesus said, that washing is needed. It could be a small thing in our mind, but need washing. It might be not talking to a brother or a sister. It might be something that we offended somebody. It may be between husband and wife. It may be between pastor and the believer. It doesn't matter. In this life things will happen, but we need the daily repentance. We need the daily washing. Until that we cannot claim we are a Christian. ആമേൻ. ഒരു നാഥന്റെ ആഴമേറിയ സ്നേഹം അറിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കടന്നു പോകുന്ന ചെറുപാവങ്ങളായിട്ട് അന്യോന്യം സംസാരിക്കാതിരിക്കട്ടെ, പാസ്റ്ററോട് സംസാരിക്കാതിരിക്കട്ടെ, എന്ത് തന്നെ ആയിക്കട്ടെ, ഓരോ ദിവസവും നിങ്ങൾക്ക് ആ കഴുകല് പ്രാപിച്ചാണ് മുമ്പോട്ട് ഓടേണ്ടത്. With my humble request, I want to move on to the subject. Please do not grieve. Please do not trouble the Spirit of Christ with my life or your life anymore. ആമേൻ. എന്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട് നമ്മുടെ നാഥന്റെ ഉള്ളം കലങ്ങുവാൻ ഇനിയും അനുവദിക്കല്ലേ എന്ന് താഴ്മയായി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. Verse 31 to 38. 31 വാക്യം തൊട്ട് 38 വാക്യം വരെ ഇങ്ങനെ വായിക്കുന്നു. So when he had gone out, Jesus said, now the Son of Man is glorified, and the God is glorified in him. ആമേൻ. ഇങ്ങനെ വായിക്കുന്നു. അവൻ പോയ ശേഷം യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. And verse 32 onwards is, if God is glorified in him, God will also glorify him in himself and glorify him immediately. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. So this is also, when we read it, we really don't know what that means. നമ്മളിത് വായിക്കുമ്പോൾ ഒരു പക്ഷേ എന്താണ് ഇതിന്റെ ആഴമേറിയ അർത്ഥമെന്ന് ഒരു പക്ഷേ നമുക്ക് അറിയത്തില്ല. What is Jesus talking about? എന്താണ് യേശു ക്രിസ്തു ഇതിൽ കൂടി സംസാരിക്കുന്നത്? He was saying that within few hours
I'm not going to be with you anymore. I will be crucified. ആമേൻ. ചില മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവത്തില്ല, ഞാൻ ക്രൂശിക്കപ്പെടും എന്ന് പറയുന്നു. And that crucifixion will bring glory to the Father. ആ ക്രൂശീകരണമാണ് പിതാവിനെ മഹത്വപ്പെടുത്തുന്നത്. And the crucifixion will glorify me also. എന്നെയും ആ ക്രൂശീകരണത്തിൽ കൂടി മഹത്വീകരണം പ്രാപിക്കുമെന്ന് പറയുന്നു. So this glory word is so much, I will take another time to teach you about that one, because in Malayalam it is a little bit more clear, Tejasa Mahutiyaranam, but in English the glory, it is, if you look at the glory of God described in the book of Exodus and all those things, and then when we compare with Romans 3:23, everyone sinned and fall short of the glory of God. This is so confusing. So I'm not going to touch that subject today. If God willing, someday I will teach you. But for today's purpose, just focus on how the Father will be glorified. How the Father will be glorified by the crucifixion of ഈ മഹത്വീകരണം, തേജസ്കരണം എന്ന് തേജസ് എന്ന് പറയുന്നത് പലതരത്തിൽ ഇംഗ്ലീഷ് വേർഷനിൽ പറയുന്നുണ്ട്, അത് മറ്റൊരു തരത്തിൽ പറയാം. എന്നാൽ എങ്ങനെയാണ് പിതാവ് ഇതിൽ കൂടി മഹത്വപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. It's challenging to know, because if you look at Jesus, a thorn of crown on his head, bleeding, completely torn apart. In the book of Isaiah, we see that he is no more look like a man. That means, completely disfigured and everything, and naked, hanging on the tree. What glory is there? യേശു ക്രിസ്തുവിനെ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ മുൾക്കിരീടം ചൂടിക്കൊണ്ട് ആ പീഡനം അനുഭവിച്ചുകൊണ്ട് യേശയ്യയുടെ പുസ്തകത്തിൽ വായിക്കുന്ന മനുഷ്യരെ പോലെ അല്ലാതെ തന്നെയുള്ള ഒരു കാഴ്ച, രൂപഭംഗിയില്ലാത്തവനെ പോലെ എന്നൊക്കെ നാം വായിക്കുന്നത്. എങ്ങനെയാണ് ഇതിൽ കൂടി ആ മഹത്വീകരണം പ്രാപിക്കുന്നത്? The world cannot see it, and many people cannot see the glory in that crucifixion. ആ ക്രൂശീകരണം, ആ ക്രൂശിന്റെ ആ മഹത്വം പലപ്പോഴും ഈ ലോകത്തിന് കാണുവാൻ കഴിയത്തില്ല. But how the Father was glorified in this. എങ്ങനെയാണ് ഇതിൽ കൂടി ആ പിതാവ് Let me give you a couple of tips, then you can think about it. Number one, the crucifixion was showing the wisdom of the Almighty God. ആ ദൈവത്തിന്റെ ജ്ഞാനത്തെയാണ് ആ ക്രൂശീകരണത്തിൽ കൂടി കാണുന്നത്. Because in the Garden of Eden, Satan played very well, and he thought he destroyed the human race. ആ ഏദൻ തോട്ടത്തിൽ വന്നിട്ട് പിശാച് ആ മനുഷ്യനെ ഉപയോഗിച്ചപ്പോൾ അത് കംപ്ലീറ്റ് നശിച്ചു എന്ന് പിശാച് ചിന്തിച്ചു. But he didn't know that God had an alternative plan. I meant to send his son to justify the sinners. ഈ പാപികളെ രക്ഷിക്കുവാൻ, നീതീകരിക്കുവാൻ തക്കവണ്ണം മറ്റൊരു പദ്ധതി, തന്റെ പുത്രനെ അയച്ചുകൊണ്ട് മറ്റൊരു പദ്ധതി പിതാവിനുണ്ടെന്ന് ഈ So when Jesus is on the cross and being crucified, it was demonstrating the wisdom of God. That's the way Father was glorified. ആ പിതാവിന്റെ ആ വിസ്തമാണ് ആ ക്രൂശീകരണത്തിൽ കൂടെ മഹത്വം പ്രാപിച്ചിരിക്കുന്നത്. Amen. When Jesus is on the cross, it was showing the faithfulness of the Father. ആ ക്രൂശിലായിരിക്കുന്ന ക്രിസ്തുവിനെ നോക്കി ആ പിതാവിന്റെ ആ ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തതയല്ലേ കാണിക്കുന്നത്. Amen. Because he said the son of the man will bruise the head of the serpent. സർപ്പത്തിന്റെ തലയെ മനുഷ്യന്റെ പുത്രൻ തകർക്കുമെന്ന് പറഞ്ഞതല്ലേ. When Jesus was crucified, it was the fulfillment of the promise. ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണമാണ് യേശു ക്രിസ്തുവിനെ ക്രൂശീകരണത്തിലൂടെ പ്രാപിച്ചിരിക്കുന്നത്. Amen. When you see the Jesus on the cross, the crucifixion, that shows the holiness of God. ദൈവത്തിന്റെ വിശുദ്ധിയാണ് ആ ക്രൂശിലായിരിക്കുന്ന ക്രിസ്തുവിൽ കൂടെ നാം കാണുന്നത്. Father is glorified by the holiness. ആ വിശുദ്ധിയിൽ കൂടിയാണ് പിതാവ് മഹത്വീകരിക്കപ്പെട്ടത്. How was the holiness came to play? എങ്ങനെയാണ് ആ മഹത്വീകരണം ഇവിടെ കടന്നു വരുന്നത്? Because a sinner must die. Unless there is bloodshed, the sinner will not be justified. And there is one sacrifice through the blood of Jesus Christ. Every sinner is sanctified and justified, and that is what with the Father God. ഒരു പാപി രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു ബ്ലഡ് രക്തം ഒഴുകണമായിരുന്നു. ഇവിടെ തന്റെ രക്തം ഒഴുക്കിയാണ് ഈ പാപികളെയൊക്കെ രക്ഷിക്കപ്പെട്ടത്. So without changing the standard of holiness, the crucifixion met the standard of holiness, and Father was glorified. ആ വിശുദ്ധീകരണത്തിന്റെ സ്റ്റാൻഡേർഡ് മാറ്റാതെ അവിടെ പുത്രനെ നൽകിക്കൊണ്ടാണ് പിതാവ് മഹത്വീകരണം പ്രാപിച്ചത്. Father was glorified by providing such a redeemer, such a mediator, such a friend for sinners. And if you call all of that
You see that on the cross. ആമേൻ. ആ വീണ്ടെടുപ്പുകാരനെ നമുക്ക് നൽകി, ആ മധ്യസ്ഥനെ നൽകി. അതെല്ലാമാണ് ആ ക്രൂശിൽ കൂടി ആ പിതാവ് നേടിയെടുത്തത്. So to the world it looked like a different picture, but actually Christ on the cross was glorifying the Father. ആമേൻ. മറ്റൊരു മുഖത്തിൽ കൂടി ഈ ലോകം ആ ക്രിസ്തുവിനെ കാണുമ്പോൾ പിതാവ് ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ കൂടി മഹത്വം പ്രാപിച്ചിരിക്കുകയാണ്. And how is the Son glorified? എങ്ങനെയാണ് പുത്രന് ഇതിൽ കൂടി മഹത്വം പ്രാപിച്ചത്? Philippians chapter 2 we read that God gave him the name above every name. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്ന എല്ലാ നാമത്തിനും മേലായ നാമം അവന് നൽകി. Every tongue will confess to him Jesus Christ. യേശുക്രിസ്തു കർത്താവ് എന്ന എല്ലാ നാമം ഏറ്റുപറയും. God will give him the ultimate authority. He will be the Lord of Lords and the King of Kings. രാജാക്കന്മാരുടെ രാജാവ്, എല്ലാ നാമത്തിനും മേലെ നാമം അവൻ നൽകിയിരിക്കുന്നു. This morning we sang there is nobody will be equal to him and rival to him. അവൻ എതിരായിട്ട് ആരുമില്ല, അവനോട് സാമ്യനായിട്ട് ആരുമില്ല എന്ന് പ്രവാചകൻ. That's the way Jesus was glorified. അങ്ങനെയാണ് നമ്മുടെ ക്രിസ്തു മഹത്വീകരണം On the cross it wasn't a shame, it was glorifying him. ഒരു ലജ്ജയായിട്ടല്ല ക്രിസ്തു ക്രൂശിലായിരുന്നത്, അതൊരു മഹത്വമായിട്ടാണ് ക്രിസ്തു കിടന്നത്. Jews didn't kill him and nobody killed him. He voluntarily glorified him. യഹൂദന്മാരെ കൊലപ്പെടുത്തിയതല്ല, ആരും കൊലപ്പെടുത്തിയതല്ല, തന്നെ സ്വയമായി യാഗമായി ക്രിസ്തു ക്രൂശിലായതാണ്. Oh, the cross of Calvary is the culmination where the Father and Son glorified. ആ കാൽവരിയുടെ കൊലക്കളം എന്ന് പറയുന്നത് പിതാവും പുത്രനും ഒരുപോലെ മഹത്വപ്പെടേണ്ടത് തന്നെയായിരുന്നു. Hallelujah, glory to God. That's why Apostle Paul said like this. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു. Galatians chapter 6 verse 14 we read like this. എഴുതിയ ലേഖനം 6:14 ഇങ്ങനെ പറയുന്നു. Paul said, I will only boast in the cross. ഞാൻ ആ ക്രിസ്തുവിന്റെ ക്രൂശിൽ മാത്രം ഞാൻ ബോസ്റ്റ് ചെയ്യുന്നു. ആമേൻ. അവിടെ മാത്രമേ ഞാൻ പ്രശംസിക്കൂ. That's the only thing will give me glory. അത് മാത്രമാണ് എനിക്ക് മഹത്വം, അതിൽ മാത്രമേ ഞാൻ പ്രശംസിക്കുന്നുള്ളൂ. Because he say very beautifully like this. വളരെ മനോഹരമായി ഇങ്ങനെ പറയുന്നു. Because of the cross my interest in this world died long ago. ഈ ലോകത്തോളം എന്റെ ആകർഷത്വം ആ ക്രൂശിൻ മൂലം ഞാൻ എല്ലാം And because of the cross the world's interest in me also died long ago. ഈ എന്റെ ഉള്ളിലായിരിക്കുന്ന ഈ ലോകം അവനിൽ കൂടെ അവൻ മുഖാന്തരം ഇല്ലാതായിരിക്കുന്നു. Child of God, this is why we need to meditate the cross. അതുകൊണ്ടാണ് ഈ ക്രൂശിന്റെ അനുഭവം നമ്മൾ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കണം. I mean, we can never get over with the cross. We cannot run past it. It will have to be the process that every day in our life. ഒരിക്കലും ഒരു ക്രൂശിന്റെ അനുഭവത്തെ മാറ്റി വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. എപ്പോഴും ഈ ക്രൂശിന്റെ അനുഭവത്തെ ധ്യാനിച്ചുകൊണ്ടായിരിക്കണം ദൈനംദിന ജീവിതത്തിൽ പോകേണ്ടത്. Galatians 6:14 is a key word. ആ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6:14 ഏറ്റവും കീവേഡ് ആയിട്ട് കാണുന്നത്. I mean, I have my own interest. എനിക്ക് എന്റേതായ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവാം. But only when I think of the cross my interest will die. എന്റെ ക്രിസ്തുവിന്റെ ക്രൂശിനെ നോക്കുമ്പോൾ എന്റെ ഇഷ്ടങ്ങൾ പാടെ ഇല്ലാതാവുകയാണ്. Oh, the world has an interest in me. ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾ ഒരുപക്ഷേ എന്നിൽ ഉണ്ടായിരിക്കാം. And that comes daily to me. അത് ദൈനംദിന എന്റെ ജീവിതത്തിലേക്ക് And through people and through sources it will come to me. ഈ സമൂഹമായിരിക്കാം, പല വ്യക്തികളായിരിക്കാം, അത് എന്നിലേക്ക് കടന്നു വരാം. I don't have any strength by myself to resist that. ഇതിനെയൊക്കെ പ്രതിരോധിച്ചു നിൽക്കുവാൻ എനിക്ക് കഴിയത്തില്ല. But when I begin to meditate on the cross, hallelujah. എന്നാൽ ക്രൂശിനെ പറ്റി ഞാനൊന്ന് ധ്യാനിക്കുമ്പോൾ my interest will die there. എന്റെ ഇഷ്ടം ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുക. The world's interest will die there. ഈ ലോകത്തിന്റെ ഇഷ്ടം ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുക. That's where the glory of God will be glorified. അങ്ങനെയാണ് ആ ദൈവത്തിന്റെ മഹത്വം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. My brothers and sisters, that's what should fuel our worship. അതായിരിക്കണം സഹോദര സഹോദരി നമ്മുടെ ആരാധനയുടെ ഇന്ധനം എന്ന് പറയുന്നത്. When a child of God walk right into the building for worship service. ഒരു ദൈവ പൈതല് ഇതിനകത്തേക്ക് ആരാധിക്കാൻ കടന്നു വരുമ്പോൾ I mean, it is not the type of song, it is not the rhythm, all of that is good, but what fuel your worship is your meditation, your thought in the heart at the cross of Christ. ഇവിടെ പാടുന്ന പാട്ടുകളോ മറ്റൊന്നുമല്ല, എന്നാലോ നിങ്ങൾ ക്രൂശിന്റെ അനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് വരുമ്പോഴാണ് ദൈവത്തെ ആരാധിക്കുന്നതിന്റെ യഥാർത്ഥ അനുഭവം വരുന്നത്. The cross will fuel the worship. ആരാധനയുടെ ഇന്ധനം എന്ന് പറയുന്നത് അത് ആ ക്രൂശിന്റെ അനുഭവമാണ്. The cross of Christ will bring the conviction in us. നമ്മുടെ ഉള്ളിൽ കുറ്റബോധം കൊണ്ടുവരുന്നത് ആ ക്രൂശിന്റെ അനുഭവമാണ്. The cross of Christ will help me to be holy. വിശുദ്ധിയോടെ ജീവിക്കാൻ ആ ക്രൂശിന്റെ അനുഭവം നമ്മളെ സഹായിക്കുന്നു. The cross of Christ will come to me to say humble myself.
ഒരു താഴ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ ആ ക്രൂശിന്റെ അനുഭവം നമ്മെ സഹായിക്കുന്നു. The cross of Christ will say that I am the least among everybody here. ഞാൻ ഇവിടെ ഉള്ളവരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും താഴ്ന്നിരിക്കുന്നു എന്ന ക്രൂശിന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കും. The cross of Christ will take the pride away from me. നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന അഹങ്കാരത്തെ ക്രൂശിന്റെ അനുഭവം എടുത്തു കളയും. The cross of Christ will change you to a Christian. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ആ ക്രൂശിന്റെ അനുഭവം നിങ്ങളെ മാറ്റിയെടുക്കും. Hallelujah, glory to God. If we don't have that one, അങ്ങനെയുള്ള ഒരു ക്രൂശിന്റെ അനുഭവം നമുക്കില്ല എങ്കിൽ, amen, we are not coming here to worship. ഇവിടെ ആരാധന കടന്നു വന്നുകൊണ്ട് കാര്യമില്ല. Yes, amen, hallelujah. The cross, that's what amen, our old time preachers, they always were very careful to preach about the cross and the Christ on the cross. അപ്പോഴും നമ്മുടെ പുരാതന പിതാക്കന്മാരെ ക്രൂശിന്റെ അനുഭവത്തെ പറ്റി എപ്പോഴും പറയുവാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. Hallelujah. ആമേൻ. This morning let me conclude my words here. ഞാൻ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം.